ധാർമ്മിക ബലത്തിലാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നത്. ഇവരെ പോലെ ഒളിച്ചോടിയിട്ടില്ല. ഏതൊക്കെ വിഷയങ്ങൾ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടി ജയിക്കലൊക്കെ വലിയ ഗുണമല്ലേ? കാരണം ദിവസവും വരണ്ടല്ലോ. കാരണം ഇപ്പൊ CPM ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന് പറഞ്ഞ അവസ്ഥയാ. അഭിലാഷിന് അറിയാലോ. ഫ്ലാഷ് ബാക്ക്. ഇന്നത്തെ ദിവസം അയാൾ ഒരു കാര്യം ചെയ്തു. ഇന്ന് കോൺഗ്രസിന്റെ ബഹുമാനായ പ്രതിനിധി ന്യായീകരിക്കാൻ എത്തിയിട്ടുള്ള ഈ ക്രിമിനലൈസ്ഡ് സെക്ഷൽ പെർവേർട്ടും അയാളും ഒപ്പം ഉണ്ടായിരുന്ന ഫ്ലെക്സ് ബോർഡ് ചിത്രം വെച്ചിട്ടാണ് അല്പ ആഴ്ചകൾക്ക് പുറകിൽ വരെ അയാൾ വോട്ട് നേടിയത്. ഇന്ന് ആ 15-ാം വാർഡിൽ നിന്ന് ആ ചിത്രം അദ്ദേഹം വലിച്ചു കീറി കളഞ്ഞു. കാരണം എന്താണ്? അയാൾ ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ബഹുമാനായ രാജു പി നായർ, അങ്ങേക്ക് തുറവൂർ പഞ്ചായത്തിലെ 15-ാം വാർഡിൽ മത്സരിക്കുന്ന ആന്റണി തോമസിന്റെ അത്രയെങ്കിലും നിലവാരം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് അത് വഴിയേ അറിഞ്ഞോളൂ. നല്ല കാര്യം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ധാർമ്മികമായിട്ടുള്ള ബലമാണ്. ആ ധാർമ്മിക ബലത്തെ അത് സത്യമാണെങ്കിൽ നിങ്ങൾ പറയുന്നത് വെച്ചുകൊണ്ട് ഞാൻ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഞാൻ ജയിക്കിന് ഓർക്കാൻ വേണ്ടി ഒരു കഥ പറഞ്ഞു കൊടുക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെ തുടർന്ന് കടുത്ത അതൃപ്തി പ്രകടിപ്പിച്ച് CPM ബ്രാഞ്ച് സെക്രട്ടറി പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നു. പന്തളം ബ്രാഞ്ച് സെക്രട്ടറി K ഹരിയാണ് CPM ബന്ധം ഉപേക്ഷിച്ചത്. ഇല്ലേ? എന്നോട് പോസ്റ്റ് വലിച്ചതിന്റെ മാതൃക പറയുന്ന ജയിക്കിന് ഇതാണ് മാതൃക. നിങ്ങളുടെ പാർട്ടി വിട്ട് BJP-യിലേക്ക് പോവുകയാണ് ജയിക്ക്. ഒന്ന് ഞെട്ട അല്പം എന്നോട് കാണിച്ച മാതൃക സ്വന്തം പാർട്ടിയിൽ ഒന്ന് നടത്താൻ പറ. ഇല്ലേ? അതല്ല ഉദ്ദേശം. എന്തോ എന്റെ വിധിയാണ്. അഭിലാഷിന് അറിയില്ലേ? ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വന്നതിന് ശേഷം ഞങ്ങളോട് മീഡിയ വിളിച്ച് ചോദിച്ചു, മറ്റൊരു വിഷയമായിരുന്നു ചർച്ച ചെയ്തത്. രാഹുലിനെ അറസ്റ്റ് കൊണ്ട് ഞങ്ങൾ വിഷയം മാറ്റണം, നിങ്ങൾ പങ്കെടുക്കുമോ എന്നല്ലേ ചോദിച്ചത്. ഞങ്ങൾ എന്താ പറയുക? ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ മുതൽ ചർച്ചയ്ക്കൊണ്ട് അഭിലാഷ് എല്ലാവരും. ഞാൻ ഇന്നലെ 2 ചാനലുണ്ടായിരുന്നു, ഇന്നിപ്പോ ഒരു ചാനൽ ഞാൻ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എല്ലാവരും ചർച്ചയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. മിനിഞ്ഞാന്ന് പോലെ ഒരു 3 ദിവസം പുറകോട്ട് പോയാൽ ഈ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തതിനു ശേഷം ഈ ചർച്ചയ്ക്ക് വന്നിരിക്കാൻ ഗതികെട്ടവരായിട്ട് ജയിക്കില്ലാതിരുന്നത് ആ പാർട്ടിയുടെ ധാർമ്മിക മൂല്യം ഇല്ലാത്തോണ്ടല്ലേ? ധാർമ്മിക ബലം ഇല്ലാത്തോണ്ടല്ലേ? ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ജനാധിപത്യം ഉണ്ടെന്നേ നിങ്ങൾ പറയുന്നുണ്ടല്ലോ. പലരും ഞങ്ങളുടെ പാർട്ടിക്കകത്ത് ഞങ്ങളുടെ സ്ത്രീകൾ ഉൾപ്പെടെ ആർജവത്തോടെ എഴുന്നേറ്റുകൊണ്ട് ആ പ്രശ്നം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇല്ലേ? എന്നാൽ PK ശശിക്കെതിരെ ആരോപണം വന്നപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു CPM വനിതാ നേതാവോ അല്ലാത്ത നേതാവോ അതിനെ അയാൾക്കെതിരെ നടപടി വേണം എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. പകരം മറ്റേ തീവ്രത നടക്കുന്ന മെഷീനായിട്ട് ഇറങ്ങുകയല്ലേ ശ്രീമതി ടീച്ചർ ചെയ്യുന്നത്. ആ തേണ്ടി RDP-യുടെ തൊലി ഒരിക്കുകയാണ് ഉത്തമ. സഹിക്കുക അല്ലാതെ എന്ത് ചെയ്യാം.